ഹലോ, കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഞാൻ ആലുവയിൽ നിന്നാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലുള്ള യാത്ര തുടങ്ങുന്നത്. ആലുവയിൽ നിന്ന് തൃശ്ശൂരിൽ പോകുന്ന ഹൈവേയിൽ നിന്ന് ചാലക്കുടി എത്തുന്നതിന് മുമ്പ് അങ്കമാലിയുടെയും ചാലക്കുടിയുടെയും ഇടയ്ക്ക് നിന്ന് വലത്തോട്ട് റോഡുണ്ട്. അത് നേരെ പോകുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ്. കാടിൻ്റെ അകത്തൂടെയുള്ളൊരു യാത്രയാണ്. ചെറിയ റോഡാണ് ഇത്. ആക്ച്വലി ചാലക്കുടിയിൽ നിന്ന് നേരിട്ട് ഒരു റോഡ് ആതിരപ്പള്ളിയിലേക്ക് വരുന്നുണ്ട്. ആ റോഡിലേക്കാണ് ഈ റോഡ് വന്ന് ചേരുന്നത്. ഈ റോഡ് വന്നിട്ട് ഞങ്ങൾ വെറ്റിലപ്പാറ പാലത്തിൻ്റെ അടുത്ത് നിർത്തി. ഇവിടുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തുടരുന്നത്. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് ഇവിടെ. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ഈ പാലം കടന്ന് ഞങ്ങൾ ആതിരപ്പള്ളിയിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു. ഈ പാലത്തിന് അപ്പുറം തൃശ്ശൂർ ജില്ലയും ഈ സൈഡ് എറണാകുളം ജില്ലയാണ്. പാലം കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെയാണ് നമുക്ക് സിൽവർ സ്റ്റോം കാണാൻ പറ്റും. കുട്ടികളുടെ ഏറ്റവും വലിയ വിനോദസഞ്ചാര സ്ഥലമായ സിൽവർ സ്റ്റോം. കുട്ടിക്കാലത്ത് ഞാനിവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വൈൽഡ് ആനിമൽസിൻ്റെ ആക്രമണത്തിനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് അവരുടെ വാർണിംഗ് ബോർഡുകൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കാണാനിടയായി. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡ് നല്ല റോഡാട്ടോ. അത് മുമ്പുള്ള റോഡുകളൊക്കെ ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. ഇത് നല്ല റോഡാണ്. ഞങ്ങളിവിടുന്ന് റൂമിൽ നിന്ന് ബൈക്കിലാണ് പോയിരുന്നത്. റൂംമേറ്റ്സ് 4 പേരും കൂടിയാണ് പോയിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. അവിടെ സൈഡിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് കൗണ്ടറൊക്കെ നോക്കി നടന്നു. ഇവിടെ ഒരാൾക്ക് 50 രൂപയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും വിസിറ്റ് ചെയ്യാവുന്നതാണ്. മലയണ്ണാനാണ്. മലയണ്ണാന് ആളുകളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അതെന്തോ പഴം എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻട്രി പാസ് എടുത്ത് മുകളിലോട്ടുള്ള വഴിക്ക് നടന്നു. ഇവിടുന്ന് ചെറിയൊരു കല്ലൊക്കെ പാകിയൊരു വഴിയുണ്ട്. ഈ വഴിയിൽ കുറച്ചങ്ങ് പോകുമ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഇവിടെ നമുക്ക് വെള്ളം കുടിക്കണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി ചെറിയ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് വാർണിംഗ് ബോർഡുകളും ഡയറക്ഷൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ കാണാം. എന്നുവെച്ചാൽ അപകടം പതിയിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇറങ്ങണമെന്നുള്ള രീതിയിലുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി ഭാഗങ്ങളിലായിട്ടുണ്ട്. പാറയിൽ വഴുക്കുണ്ടാകാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഇവിടെ ചെറിയ കൈവേലിയൊക്കെ ഉണ്ട്. ഇതൊക്കെ പിടിച്ച് താഴേക്ക് ഇറങ്ങി ഇവിടുത്തെ ഒരു ലോങ് സൈറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആക്ച്വലി നല്ല വെയിലത്താണ് ഞങ്ങളവിടെ എത്തിച്ചേർന്നത്. രാവിലെ തന്നെ നല്ല ചൂടായിരുന്നു. പിന്നെ ഡിസംബർ ആണെങ്കിലും ചൂടിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. ശരിക്കും ഞങ്ങൾ അവിടെ നിന്ന് വെയിൽ കൊണ്ടു ആകെ വയ്യാണ്ടായിരുന്നു. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ ഭാഗമാണ്. ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ കുറേ കൈവേലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സുരക്ഷയുടെ ഭാഗമായിട്ട് വെച്ചേക്കുന്നത്. താഴേക്കും പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് ഈ ഒരു മേലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ താഴേക്ക് പോകുന്നുണ്ട്. താഴെ ആളുകൾ നിൽക്കുന്നത് നമുക്ക് മേലെ നോക്കിയാൽ കാണാൻ പറ്റും. താഴെ നല്ല രസമാണ് നിൽക്കുമ്പോൾ. ഈ വെള്ളം ചെറുതായിട്ട് മേലേക്ക് വന്ന് വീഴുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ലൊരു സുഖമാണ്. ഇവിടെ ചെറിയ ഹട്ടുണ്ട്. ഇത് മറ്റേ ഫോറസ്റ്റ് ഗാർഡ് കാര്യങ്ങൾ അവർ ആളുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും ക്യാമ്പ് ചെയ്യുന്നൊരു ഏരിയയാണ്. നല്ല വെള്ളമുള്ള സമയത്ത് ഈ ഹട്ട് നടുക്ക് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
അതിന് മുമ്പ് വന്ന സമയത്ത് ഫുള്ളായിട്ട് വെള്ളം ഒഴുകുന്നൊരു സമയമായിരുന്നു, മഴക്കാലത്തായിരുന്നു. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കൗണ്ട് കുറവായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇവിടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ കയറൊക്കെ കെട്ടിയിട്ട് ഒരു വേലി പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ആരെങ്കിലും കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരവിടുന്ന് സെക്യൂരിറ്റി ഗാർഡ് നമ്മളെ വിസിലടിച്ച് വാർണിംഗ് ചെയ്യുന്നതാണ്. ഇവിടുന്ന് മുഖമൊക്കെ കഴുകി, ഭയങ്കര ചൂടായതുകൊണ്ട് വേർത്തിരുന്നു. അതുകൊണ്ട് മുഖമൊക്കെ കഴുകിയ ശേഷമാണ് പിന്നെ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത ഭാഗങ്ങളിലേക്ക് പോയത്. അവിടെ നിന്ന് തിരിച്ച് കയറി ഞങ്ങൾ താഴേക്കുള്ള വാട്ടർഫാളിൻ്റെ അടിയിലേക്കുള്ള വഴിയിലേക്ക് എത്തി. ഇവിടെ നിന്നാണ് താഴേക്ക്, മേലെ നിന്ന് തന്നെ വലത്തെ ഭാഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗം എത്തിച്ചേരാൻ പറ്റും. ഇവിടെ രസമുണ്ട്. ഇവിടുന്ന് നമ്മൾ വെള്ളക്കുപ്പി വാങ്ങിക്കുകയാണെങ്കിൽ 25 രൂപയോ അങ്ങനെ തന്നെ വെള്ളക്കുപ്പിയുടെ വില. അത് തിരിച്ച് വരുമ്പോൾ നമ്മൾ ആ കൗണ്ടറിൽ തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് 10 രൂപ തിരിച്ചു തരും. ആ ഒരു സിസ്റ്റത്തിലാണ് ഇവിടെ വെള്ളക്കുപ്പിയൊക്കെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് പ്ലാസ്റ്റിക് വണ്ണത്തിലിടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ഈ വഴിക്ക് താഴേക്ക് ഇറങ്ങണം. ഇത് കുറച്ച് കഠിനമായ വഴിയാണ്, ഇങ്ങനെ കരിങ്കല്ല് പായിക്കുന്ന വഴിയാണ്. പിന്നെ താഴ്ന്ന ആളുകളൊക്കെ കയറി വരുന്നുണ്ട്, ഇച്ചിരി താഴേക്ക് ഇറങ്ങാനുണ്ട്. പിന്നെ സൈഡിലൊക്കെ കൈവേലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സുരക്ഷയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തെത്തി. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമാണ്, ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് ആളുകൾ വിസിറ്റ് ചെയ്യാൻ വരുന്നൊരു സമയമാണല്ലോ. പിന്നെ നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കാണാനും പിന്നെ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് കുറേ തീർത്ഥാടകരും ഉണ്ട് ഇവിടെ. അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്ന കുറേ ആളുകൾ നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഈ പാറക്കെട്ടുകളിലൊന്നും അധികം വഴുക്കോ കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്ന പാറയായിരുന്നു. ഞാനിതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ടാണ് ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇതിലേനെ മറികടന്ന് അങ്ങോട്ട് പോകാൻ പറ്റും.
ഇവിടെ വെള്ളച്ചാട്ടത്തിന് താഴെ നിൽക്കുമ്പോൾ ഈ വെള്ളം അങ്ങനെ ചെറുതായിട്ട് നമ്മളെ മേലേക്ക് വന്നിങ്ങനെ വീഴും, ഇങ്ങനെ പാറി വന്ന് വീഴും. ചെറിയ കുഞ്ഞു തണുപ്പും കാര്യങ്ങളും ഉണ്ട്, ചെറിയ കാറ്റും ഒക്കെ ഉണ്ട്. നല്ല രസമാണ് അങ്ങനെ നിൽക്കുമ്പോൾ. ആതിരപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിലാണ്. അവിടെ ആതിരപ്പള്ളിയുടെ എൻട്രൻസിൽ നിന്നുള്ള നേരെയുള്ള റോഡിന് പോയാൽ മതി. ഈ റോഡിന് ഏകദേശം ഒരു 10-15 മിനിറ്റ് വന്നാൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക്. കാട്ടിനകത്തുള്ള വഴിയും കൂടെ നല്ലൊരു ഫീലായിരുന്നു, നല്ല ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള വാണിംഗ് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ റോഡിൽ ഈ ആനയോ അല്ലെങ്കിൽ ഈ കുരങ്ങന്മാർ, ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ കുരങ്ങന്മാർ കുരങ്ങന്മാർ റോഡ് സൈഡിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വാഹനം ശ്രദ്ധിച്ച് ഓടിക്കണം എന്നുള്ളത് അവിടെ പല സ്ഥലങ്ങളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വാണിംഗ് ബോർഡുകൾ ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടായി. ഇവിടെയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഈ 2 വെള്ളച്ചാട്ടത്തിലേക്കും കൂടെ നമുക്ക് ഒരു ടിക്കറ്റ് എടുത്താൽ മതി. ആതിരപ്പള്ളി അടുത്തേക്ക് ടിക്കറ്റ് തന്നെ വെച്ച് നമുക്കവിടെ സന്ദർശിക്കാൻ പറ്റും. നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും, പിന്നെ മുതിർന്നവർക്ക് വിശ്രമിക്കാനും സംസാരിച്ചിരിക്കാനൊക്കെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇരിക്കാനുള്ള ഓരോ സ്പേസുകൾ, നമുക്ക് വീക്കെൻഡ്സിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണത്. ഈ കാണുന്നതാണ് നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഇത് ആതിരപ്പള്ളി പോലെയല്ല, ഇതൊരു സ്ലോപ്പായിട്ട് ഇങ്ങനെ വെള്ളം ചാടി പോകുന്നൊരു ഏരിയയാണ്. ഇവിടെ നമുക്കൊരു വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. പോയിൻറ്റ്സിൽ നിന്നിട്ട് ഇങ്ങനെ കാണാൻ കുറച്ചും കൂടി ഒരു അപകടം കൂടിയ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഭയങ്കര ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ പോയി വ്യൂ കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയൊക്കെ കാണാൻ, വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് വരുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. ഇങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് മെല്ലെ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഗാർഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങി. നടക്കുന്ന വഴിയിലൊക്കെ ഫുള്ളായിട്ട് ഈ കരിങ്കല്ലോട് ഇങ്ങനെ പാകി വെച്ചേക്കുക. അതുകൊണ്ട് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നടന്നു പോകാനൊക്കെ ഒരു എളുപ്പമാണ്.
ആതിരപ്പള്ളിയുടെയും വാഴച്ചാലിൻ്റെ ഇടയ്ക്കൊരു കുഞ്ഞു വെള്ളച്ചാട്ടമുണ്ട്. അത് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടില്ല. അതിൻ്റെ പേര് ചാർപ്പ വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. ഇത് ഇവിടെ ശരിക്കും പ്രത്യേകിച്ച് ടിക്കറ്റിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മളിതിൻ്റെ മുന്നിൽ കൂടെയുള്ള ഈ പാലത്തിൽ കൂടെയാണ് റോഡ്, പാലത്തിൽ കൂടെയാണ് നമ്മൾ വണ്ടിയായിട്ട് വരുന്നത്. ഇത് മഴക്കാലത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറവായതുകൊണ്ട് ഒരു ഭംഗിക്കുറവ്. ചെറിയ സ്ഥലത്തൂടെ മാത്രമേ വെള്ളം ഒഴുകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളി വാഴച്ചാലും ചാർപ്പൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് മടങ്ങി തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പാലം കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു തൂക്കുപാലം. തിരിച്ച് വരുമ്പോൾ അവിടെ നിർത്താം എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ തിരിച്ച് അതിരപ്പള്ളിയിൽ നിന്ന് തിരിച്ചു. ഞാൻ നേരത്തെ തൂക്കുപാലം കണ്ടെന്ന് പറഞ്ഞില്ലേ, ആ തൂക്കുപാലം കണ്ട സ്ഥലമാണിത്. പ്രകൃതി ഗ്രാമം എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ കുഞ്ഞ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വരുന്ന വഴിക്ക് ഒരു വിശ്രമ കേന്ദ്രം എന്നുള്ള രീതിക്ക് ഞങ്ങളിവിടെ നിർത്തി. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള. ഞങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ കയറി നിന്ന് കളിച്ചു. പിന്നെ നല്ല രസമുള്ള പരിപാടിയല്ലേ. പിന്നെ കുഞ്ഞുങ്ങളും ആരും ഉണ്ടായിരുന്നില്ല, സ്വതവേ ആൾ കുറവായിരുന്നു അവിടെ. അപ്പോൾ അതിലൊക്കെ കളിച്ച് ഒത്തിരി കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് എൻജോയ്മെൻറ്റ് ചെയ്തേക്കുന്ന കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞിങ്ങനെ സ്ലൈഡിങ് റൈഡും കറങ്ങുന്ന കസാരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു, ഒരു സൈഡിൽ ഊഞ്ഞാലുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഊഞ്ഞാലൊക്കെ ആടി. ഇവിടെ നല്ല രസമാണ് കാണാൻ. ഇവിടെ കുഞ്ഞു ഡാമുണ്ട്. ആ ഡാമിനോട് ചേർന്നിട്ടാണ് ഈ പറയുന്ന തൂക്കുപാലം വെച്ചേക്കുന്നത്. ആ തൂക്കുപാലത്തിൻ്റെ ഒരു സൈഡ് തൃശ്ശൂർ ജില്ല, ഒരു സൈഡ് എറണാകുളം ജില്ലയാണ്. അപ്പോൾ ഊഞ്ഞാലാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ തൂക്കുപാലത്തിനടുത്തേക്ക് പോയി. തുമ്പൂർമൊഴി ചെക്ക് ഡാം എന്നാണ് ഇതിൻ്റെ പേര്. അതിന് മുകളിൽ കൂടിയാണ് നമ്മൾ ഈ തൂക്കുപാലുള്ളത്. ചാലക്കുടി പുഴയുടെ ഭംഗിയൊക്കെ കാണാൻ നല്ല രസമാണ്. ഇവിടെ ഈ ഡാമിന് രണ്ട് വശത്തൂടെ ഈ വെള്ളം കൃഷി ആവശ്യത്തിനാണെന്ന് തോന്നുന്നു ചെറിയ കനാല് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെയാണ് കടത്തി വിടുന്നത്. പക്ഷേ ഞങ്ങൾ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു. ശരിക്കും നല്ല മഴക്കാലത്തൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങൾ ഈ മഴയില്ലാത്ത സമയത്ത് അതുകൊണ്ടാണ് ഈ പാറയും കാര്യങ്ങളൊക്കെ. ശരിക്കും ഇതിന് നടുക്കൊക്കെ നമ്മൾ പേടിയാവും കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട് ഈ സാധനത്തിന്. അങ്ങനെ കുറച്ച് ഞങ്ങൾ അതിലൊക്കെ നടന്നു പോയി. പക്ഷെ ഒരു പ്രശ്നം തോന്നിയെന്ന് വെച്ചാൽ ഈ പാലത്തിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് കൊടുക്കണം, അങ്ങേ സൈഡിൽ നമുക്ക് ഇറങ്ങണമെങ്കിൽ അവിടെയും ടിക്കറ്റ് കൊടുക്കണം. അത് രണ്ട് ജില്ല ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കാണാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ ജസ്റ്റ് പോയി ഇങ്ങോട്ട് വീഡിയോ ഒക്കെ എടുത്ത് അപ്പുറത്തേക്ക് കടന്നില്ല. അവിടെയും ചെറിയൊരു കുഞ്ഞി പാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് മടങ്ങി. ബൈ.